The figure shows a triangle and its circumcircle. What is the radius of the circle? ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സർക്കിൾ തന്നിട്ടുണ്ട്. ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവും തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ ഒരു കോണ് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഒരു ത്രികോണത്തിൽ ഒരു ട്രയാങ്കിളും അതിലൊരു കോണും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? 2r sin 60 = 3. അതായത് ആ ത്രികോണത്തിന്റെ ഒരു മൂല സർക്കിളിലാണ് കേട്ടോ, ഇല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ പറയാ. സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്നൊക്കെ എടുത്തിട്ടാണ് പറയാ. ഇപ്പൊ ത്രികോണമാണ് നമുക്ക് വരുന്നതെങ്കിൽ ആ ത്രികോണത്തിന്റെ സൈൻ വാല്യൂവിന്, ആ ത്രികോണത്തിന്റെ കോണിന്റെ സൈൻ വാല്യൂവിനെ ഡയമീറ്റർ കൊണ്ട് അല്ലെങ്കിൽ 2r കൊണ്ട്, റേഡിയസിന്റെ ഇരട്ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, സൈൻ വാല്യൂവിനെ 2r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടും. അപ്പൊ 2r sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. എങ്ങനെയാ? ആംഗിളിന്റെ സൈൻ വാല്യൂവിനെ 2r കൊണ്ട് ഗുണിച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് കിട്ടും. അപ്പൊ 2r sin 60 = 3 എന്ന് കിട്ടും. ഇനി ഈ sin 60യുടെ വാല്യൂ കൊടുത്താൽ മതി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ sin 60യുടെ വാല്യൂ കാണാൻ നമ്മൾ 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ 30, 45 എന്നീ സൈനുകളുടെ ഒന്നും വാല്യൂസ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. അപ്പൊ ഇത് നമുക്ക് ഈ റേഷ്യോ വെച്ചിട്ട് പറയാം. sin 60 എന്താ സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം. അപ്പൊ 60 അല്ല ഇവിടുത്തെ ആംഗിള്, ഇവിടെ പേനയുടെ 60 അല്ല ഇവിടുത്തെ ആംഗിള്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് എത്രയാ? √3. ദെൻ അതിന്റെ ഹൈപ്പോട്ടനസ് എത്രയാ? 2. അപ്പൊ സൈൻ 60ന്റെ വാല്യൂ എത്രയാ? √3/2. ഓക്കെ, അതിൽ നിന്ന് 2ഉം 2ഉം എന്തായി പോവും? നമുക്ക് ഈ 2ഉം 2ഉം ഇവിടുന്ന്, അല്ലെങ്കിൽ ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? റേഡിയസ്. ഓക്കെ, ഒന്നെങ്കിൽ 2ഉം 2ഉം കട്ട് ചെയ്യട്ടോ. അപ്പൊ ഇവിടെ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് പോവാം. ആദ്യം ഞാൻ ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതിവിടെ ഹരിക്കാനാണല്ലോ, ഇപ്പുറം വന്നപ്പോ എന്തായി? ഗുണിക്കാനായി. ഓക്കെ, ഈ √3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. √3 ഇവിടെ ഗുണിക്കാനാണല്ലോ, അത് ഇവിടെ വന്നപ്പോ ഹരിക്കാനായി. അതായത് √3/2 ഇപ്പുറം വന്നപ്പോ എന്തായി? 2/√3. ഹരിക്കാനുള്ളത് മേലേക്ക് വന്ന് ഗുണിക്കാനായി, ഗുണിക്കാനുള്ള അപ്പുറത്ത് വന്നപ്പോ ഹരിക്കാനായി. ഇനി 3യെ നമുക്ക്, ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതിവിടെ ഗുണിക്കാനാണല്ലോ, ഇപ്പുറം വരുമ്പോ എന്താവും? ഹരിക്കാനാവും. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാം. 2ഉം 2ഉം എന്തായി പോവും? കട്ടായി പോവും. ബാക്കി 3/√3. അപ്പൊ റേഡിയസ് നമുക്ക് 3/√3 എന്ന് പറയാം. അല്ലെങ്കിൽ ഈ √3യെ നമുക്ക്, അല്ലെങ്കിൽ ഈ 3യെ നമുക്കൊന്ന് ചെറുതാക്കാം. ഒരു സംഖ്യ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3 × √3 ആണ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 × √3 ആണ്. അപ്പൊ മേലെന്ന് താഴ്ന്ന ഓരോ √3 കട്ട് ചെയ്താൽ റേഡിയസ് √3 എന്നും പറഞ്ഞൂടെ അല്ലെ? ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 × √3 ആണ്. താഴ്ന്ന മേലെന്ന് ഓരോ √3 കട്ടായി പോവും. ബാക്കി എന്തുണ്ട്? √3 ഉണ്ട്. അപ്പൊ റേഡിയസ് എന്താണ്? √3. നമ്മളിവിടെ ചോദിച്ചിട്ടുള്ള വൃത്തത്തിന്റെ ആരല്ലേ? അപ്പൊ റേഡിയസ് കിട്ടിയ എത്രയാ? √3. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക. 2r sin, നമുക്ക് തന്നിട്ടുള്ള ആ സൈൻ വാല്യൂ ഈക്വൽ ടു ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. ഓക്കെ.